ത്രിയേക ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു ഉയർപ്പ് പെരുന്നാൾ കൂടി ആഘോഷിക്കുവാൻ നമുക്ക് അവസരം നൽകിയ ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 6 വാക്യം, അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പുനരുത്ഥാന ദിനം സഭയെ സംബന്ധിച്ച് വിജയ ദിനമാണ്. കുരിശിന്റെ ചുറ്റും ആദ്യ ദുഃഖവെള്ളിയാഴ്ച നാം കാണുന്ന ഇരുട്ട് 3-ാം ദിനത്തിലെ ഉദ്ധാനത്തിന്റെ പ്രകാശത്താൽ ദൂരീകരിക്കപ്പെടുന്നു. എന്താണ് പുനരുദ്ധാനത്തിന്റെ പ്രസക്തി? ഒന്ന്, യേശു കുരിശിന്മേൽ കൈവരിച്ച വിജയത്തിന്റെ ഉറക്കെയുള്ള പ്രഖ്യാപനമാണ് പുനരുദ്ധാനം. അവസാനത്തെ ശത്രുവായ മരണത്തെയും പരാജയപ്പെടുത്തി സകലത്തിന്മേലും ക്രിസ്തുവിന്റെ ആധിപത്യം വരുത്തുന്നതാണ് പുനരുദ്ധാനം. ഇന്ന് എവിടെയും നിരാശയും പരാജയബോധവും നടമാടുന്നു. അന്ധകാര ശക്തികളുടെ മുന്നേറ്റത്തിൽ മനം മടുത്തുന്ന തളർന്നു പോകും. എന്നാൽ ഉയർപ്പ് പ്രഖ്യാപിക്കുന്നത് ആത്യന്തികമായി നന്മ വിജയിക്കുമെന്നും അന്ധകാരത്തെ പ്രകാശം കീഴടക്കുമെന്നാണ്. സത്യത്തെ കുഴിച്ചുമൂടി മുദ്രവെച്ചാലും 3-ാം നാൾ അത് ഉയർത്തെഴുന്നേൽക്കും. 2, ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മറ്റൊരു സത്യം വെളിപ്പെടുത്തുന്നു. അവിടുന്ന് നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമാകുന്നു. ഇത് അപ്പസ്തോലന്മാരുടെ വലിയ വിശ്വാസമായിരുന്നു. അന്ത്യദിനത്തിൽ കർത്താവിന്റെ വരവിൽ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിച്ചു. ഇപ്പോഴുള്ള പദാർത്ഥമായ ശരീരം വെടിഞ്ഞ് രൂപാന്തരം പ്രാപിച്ച് മറ്റൊരു ശരീരമായിരിക്കും ലഭിക്കുക. ഭൗതികമായി ഇപ്പോഴത്തെ ശരീരം വിട്ട് ആത്മീയമായ മറ്റൊന്ന് ധരിക്കുവാനുണ്ട്. ഇപ്രകാരമുള്ള മാറ്റം ആദ്യം സംഭവിച്ചത് യേശുവിനാണ്. ക്രിസ്തുവിന് സംഭവിച്ചത് തന്നെയാണ് മറ്റു വിശ്വാസികൾക്കും സംഭവിക്കാനുള്ളതെങ്കിൽ മരണത്തെ പറ്റിയുള്ള ഭയം മാറിപ്പോകുന്നു. മരണാനന്തരം എന്ത് സംഭവിക്കുമെന്നുള്ള ഉത്കണ്ഠയ്ക്ക് സ്ഥാനം ഇല്ലാതാകുന്നു. 3, അവിടുത്തെ സന്തത സാന്നിധ്യം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് സാധ്യമായി തീരുന്നത് അവിടുത്തെ ഉദ്ധാനം മൂലമാണ്. ഞാൻ യുഗാന്ത്യത്തോളം എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ദിവ്യ ആരാധനകളിൽ ഈ സാന്നിധ്യം അനുഭവവേദ്യമാക്കുവാൻ കഴിയുന്നു. അന്നുള്ളവർക്ക് മാത്രമല്ല, ഇന്നുള്ളവർക്കും ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ദിവ്യ സംസർഗം ഒരു അനുഭവ യാഥാർത്ഥ്യമാണ്. വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ജീവിക്കുന്ന കർത്താവ് നമ്മെ അഭിമുഖീകരിക്കുന്നു. നമുക്ക് അവിടുത്തെ സ്വാഗതം ചെയ്യാം. തുറക്കപ്പെട്ട കല്ലറ തകർക്കപ്പെടാൻ പറ്റാത്ത വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ.